ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്കപ്പം ചെറിയൊരു വിളവെടുപ്പ് കണ്ടാലോ. അപ്പം നമുക്കിവിടെയൊക്കെയുള്ള കൃഷികളൊക്കെ ചെറുതായിട്ടൊന്ന് വിളവെടുക്കാം കേട്ടോ. ഇതുകൊണ്ട് അമ്മയാണെങ്കിൽ അമ്മയുടെ കൃഷികളൊക്കെ വിളവെടുക്കുക കേട്ടോ. ആദ്യം തന്നെ നമുക്ക് 2 വെണ്ടയ്ക്ക കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് അമ്മ മലയച്ചന് വിളക്ക് വെക്കുന്ന സ്ഥലമാണേ. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് പഴുത്ത രോമിക്കാൻ നിൽപ്പുണ്ട്, അത് കുത്തിയിടാം. ഇതെല്ലാം അമ്മയുടെ കൃഷികളാണ് കേട്ടോ. പയറുണ്ട്, പിന്നെ ഈയിടയ്ക്ക് ചീരത്തൈ കൊണ്ട് വെച്ചിട്ടുണ്ട്. അപ്പം ഇതുണ്ടല്ലോ വെള്ളച്ചീര 2 ഉണ്ട് കേട്ടോ. അത് മൂത്ത് പോയി, അപ്പോൾ അത് നമുക്ക് കണ്ടിച്ചെടുക്കാം. 2 ചക്കക്കുരുവൊക്കെ ഇട്ട് തോരൻ വെക്കാം. നമുക്കിവിടെ കുറേ പയറ് നിൽപ്പുണ്ട് കേട്ടോ. താഴെ കൂടെ പഠിക്കുന്നതാ, അവിടെ ചെന്ന് നിന്ന് എങ്ങനെയാ പറിക്കുന്നത്? പയറായോ? ഉണ്ട്, ഇവിടെ ഒക്കെ പയറ് നിൽപ്പുണ്ട് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് പയറുകളുണ്ട്. ഇവിടെ 2 പയറുണ്ട് കേട്ടോ. ഇവിടെ എല്ലാം ഉണ്ട്. ഒരു പിടി പയറും മെഴുക്കുവരട്ടിക്കുള്ളത് കിട്ടിയ. അപ്പം നമുക്ക് വേണ്ട ഇത്രേ ഒരു പിടി പയറ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനിയും ഉണ്ട്. ഇവിടൊക്കെ ആകുന്നതേ ഉള്ളൂ. വേണ്ട, നമുക്കൊരു വേണ്ട കൊച്ചു മത്തങ്ങ ആയി വരുന്നതേ ഉള്ളൂ കേട്ടോ. നമ്മളിതിനി അടുത്ത ട്രിപ്പ് വിളവെടുക്കുമ്പം കാണിക്കാവേ. ആയി വരുന്നേ ഉള്ളൂ. വേണ്ട, ഇവിടാണ് ഇപ്പോൾ ഉണ്ടല്ലോ എല്ലായിടത്തും ഒന്നും കാണാനില്ല. ആർക്കെങ്കിലും മനസ്സിലായോ ഇത് എന്താണെന്ന്? ഇത് കച്ചോലം കേട്ടോ. കുഞ്ഞുങ്ങൾക്കൊക്കെ വയറ്റുവേദനയ്ക്ക് അരച്ച് കൊടുക്കത്തില്ലേ, കച്ചോലം. നല്ല മണമാണ്, ഇലയ്ക്ക് തന്നെ മണമാണ് കേട്ടോ. നമുക്ക് വലിയവർക്കും കുടിക്കാം. ഇത് ചതച്ച് നല്ല അടിപൊളിയാണ്. വയറ്റിലെ അസുഖത്തിനൊക്കെ കുഞ്ഞുങ്ങൾക്കൊക്കെ പണ്ട് വയറ്റിനോവിന് അരച്ചു കൊടുക്കും. വെള്ളം വെന്ത് കുടിക്കുക അല്ലേ? അല്ല, ചതച്ചിട്ട് നീരെടുത്ത് കുടിക്കുന്ന. അപ്പം ഇത് ഈയിടയ്ക്ക് നട്ട പയറാണ്. അതിലെല്ലാം എന്താ പയറായി വരുന്നുണ്ട്. വസളയോ? എന്തിനാ അത്? ഇത് പരിപ്പും തക്കാളിക്കും ഒക്കെ ഇട്ട് ഇതിൻ്റെ ഇലയും തണ്ടും എല്ലാം കൂടെ അരിഞ്ഞ് കറി വെക്കും. ചപ്പാത്തിക്ക് തിന്നാനും നല്ല തോരൻ വെക്കണം. ഇതിൻ്റെ ഇല ആവട്ടെ, ഞാൻ പറിച്ച ഒരു ദിവസം തോരൻ വെച്ച് തരാം. അവിടെ എല്ലാം ഉണ്ടായിരുന്നു, എല്ലാം പോയി. ഞാൻ ഇവിടെ കാട് പറിക്കാൻ വന്നപ്പോൾ ഇത് ഞാൻ വള്ളി കെട്ടി അതെ കയറ്റി വിട്ടതാണ്. ഞാൻ ഈ ഇല കൂട്ടിയിട്ടില്ല ഇതുവരെ കേട്ടോ. വസളയെന്ന് പറയുന്നുണ്ട് അമ്മ.
ഇവിടെ ഒത്തിരി ഉണ്ടായിരുന്നു. നേരത്തെ അമ്മയൊക്കെ പറിച്ച് തോരനൊക്കെ വെക്കുമായിരുന്നെന്ന്. ഇവിടെ ഉണ്ട് വെണ്ടയ്ക്ക കേട്ടോ. അവിടെ ഇവിടെയൊക്കെ ആയി വരുന്നുണ്ട് വെണ്ടയ്ക്ക. ഇവിടെയും വെണ്ടയ്ക്ക ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ഇവിടെയൊക്കെ ആയി വരുന്നുണ്ട്. അപ്പം ആദ്യമൊക്കെ ആയതങ്ങ് പറിച്ചെടുത്ത് കേട്ടോ. ഇതെൻ്റെ വഴുതനങ്ങ ഉണ്ട്, ആയി വരുന്നുണ്ട്. പിന്നെ അമ്മ ഇവിടെയൊക്കെ ചീര കൊണ്ട് നട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ചീരയൊക്കെ ആയി വരുമ്പോൾ ഇത് കഴിഞ്ഞ ദിവസം വെച്ചതാ. പിന്നെ കുരുമുളക് വേണ്ട, കുരുമുളക് വിളഞ്ഞ് പഴുത്ത് കിടപ്പുണ്ട്. അതിന് ഏണി വെച്ച് പിള്ളേരെ വല്ലതും കയറ്റി പറിക്കണം. പിന്നെ ഇതൊക്കെ കൊല്ലയാ കേട്ടോ, കാന്താരിക്കൊല്ലയാ. ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ചോറുണ്ണുമ്പം കാന്താരി തിന്നണമെന്ന് തോന്നുമ്പം ഞാൻ പോയി 2-3 എണ്ണം പറിച്ച് ചോറിൻ്റെ കൂടെ കഴിക്കും. ഇന്നപ്പം നമുക്ക് എനിക്കോ ഈ ചീര എല്ലാം എടുത്ത് കുഞ്ഞ് വൃത്തിയാക്കി പയറും എല്ലാം പൊളിച്ച് നാളെ നീക്കി ഉദ്ഘാടനം ചെയ്യും. ഇതേണ്ട ഇത്രയും സാധനമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ. പഴുക്കുമ്പം പകുതി എനിക്ക്